ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കിച്ചൺ ഡോറ് ഗ്ലാസ്സിൽ എങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാം ഉള്ള വീഡിയോയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്, നമുക്ക് കസ്റ്റമർ ഒരു മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് എടുത്ത ഗ്ലാസ് നമ്മൾ സാൻഡ് ബ്ലാസ്റ്റിങ് ചെയ്യാൻ പോവുക. സാൻഡ് ബ്ലാസ്റ്റിങ് കഴിഞ്ഞ് നമ്മൾ ആ ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. പൊടിയും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് വേണം സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട്. നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കസ്റ്റമർ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ. ആ പിക്ചർ നമ്മൾ ഗ്ലാസ്സിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ സ്റ്റിക്കറിൻ്റെ മുകളിലാണ് നമ്മൾ കസ്റ്റമർ തന്നിരിക്കുന്ന പിക്ചർ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ സ്കെച്ചിട്ടെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റിക്കർ ഫുള്ള് ഒട്ടിച്ചതിൻ്റെ ശേഷം ഈ ഗ്ലാസിൻ്റെ എഡ്ജിലോട്ട് കുറേ സ്റ്റിക്കർ തള്ളി നിൽപ്പുണ്ട്. ഗ്ലാസിൻ്റെ എഡ്ജും കഴിഞ്ഞ് ആ സ്റ്റിക്കർ നമ്മൾ അത് കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് മാറ്റണം. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അത് ആ സ്റ്റിക്കറെ തട്ടി അത് പൊളിഞ്ഞു പോരാനും എല്ലാം സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമുക്ക് കസ്റ്റമർ തന്നിരിക്കുന്ന പിക്ചർ നമ്മൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറിൽ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ സ്കെച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ സ്കെച്ചിട്ടെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്ലാസിൻ്റെ സൈസ് നമ്മുടെ മനസ്സിൽ കാണണം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്ലാസിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 സൈസ് ഗ്ലാസ്സാണ്. അപ്പോൾ ഈ 3:2 സൈസ് ഗ്ലാസിൻ്റെ അകത്ത് വേണം നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ വരച്ച് നിൽക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ സൈസ് നമ്മുടെ മനസ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് വരുമ്പം ഇത് പടം ഫുള്ളായിട്ട് ആ ഗ്ലാസ്സിൽ കിട്ടണമെന്നില്ല. നമ്മുടെ സ്കെച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വരച്ചിരിക്കുന്നത് രീതിയിൽ തന്നെ നമ്മൾ ഈ കട്ടർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വരച്ചിരിക്കുന്ന പടം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചിലയിടത്ത് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. അവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉരുളിമയോടുകൂടി തന്നെ നമ്മളത് കട്ട് ചെയ്യാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ആ രീതിയിലേ ഉള്ളൂ എഡ്ജ് കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ വരത്തുള്ളൂ. അപ്പം രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കുറച്ച് കട്ട് ചെയ്ത് ഇരുന്ന് കഴിയുമ്പം ഇതിൻ്റെ കട്ടറിൻ്റെ അകത്തിട്ടിരിക്കുന്ന ബ്ലേഡിൻ്റെ മൂർച്ച പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലേഡെ തന്നെയുണ്ട് നമുക്ക് ഓടിച്ചെടുക്കാനായിട്ട് കമ്പനിക്കാർ തന്നെ ഇട്ടിരിക്കുന്ന ഒരു വരയുണ്ട്. ആ വര നമ്മളത് ഓടിച്ച് മാറ്റിക്കളയുക. എന്നിട്ട് പുതിയതായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക അത് കട്ടായി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റിക്കർ ഓരോന്ന് പൊളിച്ചെടുക്കുമ്പം ഇത് പൊളിഞ്ഞു പോരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഓൾറെഡി തന്നെ ഒടിച്ച് കളഞ്ഞ് വേറെ ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യുന്നത് കളറിങ് സെക്ഷനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ കളർ ഗണ്ണിൻ്റെ അകത്ത് എടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് പെൻഗണ്ണാണ്. പെൻഗണ്ണ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട ഇപ്പോൾ ചെറിയ പോയിൻ്റ് പോലെ ഡോട്ട് പോലെ ഒരു നേരിയ വര പോലെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ പോയിൻ്റ് കിട്ടാൻ സാധ്യത കൂടുതൽ പെൻഗണ്ണ് ഉപയോഗിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പെൻഗണ്ണയിൽ ഇങ്ങനെ ചെയ്ത് ശീലിച്ചതായതുകൊണ്ടാണ് എനിക്ക് ആ പെൻഗണ്ണ് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ വലിയ കപ്പുള്ള ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പെൻഗണ്ണ് ഞാൻ ഉപയോഗിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ആ പെൻഗണ്ണ് കൊണ്ട് മാത്രം ചെയ്യാനായിട്ടൊരു തൃപ്തി വരുന്നത്. മറ്റേ വലിയ കപ്പുള്ള ഗണ്ണൊക്കെ ചെയ്ത് കഴിയുമ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സംഭവം പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പെൻഗണ്ണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കളറിനൊരു ലിമിറ്റുണ്ട്. അതായത് ഒരു കുറച്ച് മതിയെങ്കിൽ ആ കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വലിയ ഗണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് വന്നിരിക്കുന്ന മെയിൻ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഇല അടിക്കണം. ആ ഇല അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട കൂട്ടി വരുമ്പോൾ തന്നെ ഈ കപ്പ് നിറയും. അപ്പം ലാസ്റ്റ് ഒരു ഇല അടിച്ചാൽ മതി.
അത് നമ്മൾ ആ കൂട്ട് കൂട്ടി വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് മിച്ചം വരുന്നത് പിന്നെ കമത്തി കളയാനേ പറ്റത്തുള്ളൂ. ആ കളർ എടുത്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കളർ തിരിച്ച് നമ്മൾ അതിൻ്റെ ബോട്ടിലോട്ട് തിരിച്ചൊഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പെൺകണ്ണ് ആകുമ്പം എന്നെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട അത്ര അളവിലുള്ള ഒരു ഇതേ വരത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള പെയിൻറ്റ് നമുക്ക് ചിലവാകത്തുള്ളൂ. അപ്പോൾ അതുമാണ് ഒന്നും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ മിക്കവരും വലിയ കണ്ണയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന വലിയ കണ്ണയിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് ഇച്ചിരി പാടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ കളർ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മിക്കവർക്കും പറ്റുന്നൊരു കാര്യമാണ്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ഇത് വരാനേ സാധ്യതയുള്ളൂ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇത് വരും. എന്നാലും ചെറിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ വരുന്ന ട്യൂബുണ്ടല്ലോ, ആ ട്യൂബ് മാക്സിമം കണ്ണ് തുറന്ന് നമ്മൾ അതിൻ്റെ അകത്ത് എയർ തള്ളി പുറത്ത് കളയാൻ ശ്രദ്ധിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. കംപ്രസറിൽ നിന്നും നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് കംപ്രസറിലെയും വെള്ളം നമ്മൾ തുറന്ന് കളഞ്ഞിട്ട് അടുത്ത് അടിച്ച് കയറ്റിയതിൻ്റെ ശേഷമോ എയർ അടിച്ച് കയറ്റിയതിൻ്റെ ശേഷമുള്ളൂ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്യൂബിൻ്റെ അകത്തുനിന്ന് വെള്ളം പിടിയിൽ തെറിച്ച് വീഴും. അപ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മൊത്തത്തിൽ കുളമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ട്യൂബ് തുറന്ന് വിട്ട് ഇതെല്ലാം കൂടെ ക്ലിയർ ആക്കിയതിൻ്റെ ശേഷമുള്ളൂ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇപ്പം ഏകദേശം നമ്മൾ വർക്ക് നമ്മുടെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റിക്കർ നമ്മൾ വർക്കിൻ്റെ ഔട്ടർ ഇരിക്കുന്ന മൊത്തം സ്റ്റിക്കർ, വേണ്ടാത്ത സ്റ്റിക്കറുകൾ ഫുള്ള് നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഓൾറെഡി ഗ്ലാസ്സിൽ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഗ്ലാസ് വർക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.